കോവിഡ് മഹാമാരി കാരണമുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം 2020-21 ശേഷം 2024-25 വരെ 71.66% ഉയർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ തനത് റവന്യൂ വരുമാനത്തിൻ്റെ പങ്ക് 2023-24 ഓഡിറ്റ് ചെയ്ത കണക്ക് പ്രകാരം 72.84%. 2015-16 ഇത് 68.69% മാത്രമായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ പരിശ്രമത്തിൻ്റെ കാര്യക്ഷമതയാണ് ഈ കണക്ക് വെളിവാക്കുന്നത്. GST വകുപ്പിൽ ഫേസ്ലെസ് അഡ്ജുഡിക്കേഷൻ നടപ്പിൽ വരുത്തും. ഒരു നികുതിദായകന്റെ റിട്ടേൺ കമ്പ്യൂട്ടർ വഴി നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സമ്പ്രദായമാണിത്. നികുതിദായകൻ റിട്ടേൺ പരിശോധനയ്ക്കായി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്റെ മുന്നിൽ സ്ഥിരമായി ഹാജരാകേണ്ടി വരില്ല. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ നികുതി ഭരണം ഉറപ്പാക്കാൻ ഇതുവഴി സാധ്യമാണ്. GST വകുപ്പിന്റെ പുനഃസംഘടന 2023 പൂർത്തീകരിച്ചു. GST ഇന്റലിജൻസിലും എൻഫോഴ്സ്മെന്റിലും GST കൗൺസിലിന്റെ റാങ്കിംഗ് പ്രകാരം കേരളത്തിന് സംസ്ഥാനങ്ങൾക്കിടയിൽ 1ാം സ്ഥാനമാണ്. GST രജിസ്ട്രേഷൻ ഏറ്റവും വേഗത്തിൽ നൽകുന്ന സംസ്ഥാനവും കേരളമാണെന്ന് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്തർ സംസ്ഥാന ചരക്ക് സേവന വിനിമയത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള നികുതി ഉറപ്പാക്കാൻ ആവശ്യമായ ഈ ഇൻവോയ്സിംഗ് സാർവത്രികമാക്കാൻ കേരളം GST കൗൺസിലിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 2020-21 കോവിഡ് മഹാമാരിയുടെ ഫലമായി ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതമാണ് ലോകത്താകമാനമുണ്ടായത്. അതിൻ്റെ പ്രതിഫലനം രാജ്യത്തും കേരളത്തിലും സ്വാഭാവികമായും ഉണ്ടായി. എന്നാൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ ക്രമീകരിച്ചും കേരളത്തിൻ്റെ കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതത്തിൽ 4% കുറവ് 2021-22 മുതൽ വരുത്താനായി. 38% നിന്ന് 34%-ലേക്കുള്ള കുറവ്. അപ്പോൾ കടക്കണി പ്രചാരകർ ഇത് കണ്ടതായി ഭാവിക്കാതെ വ്യാജ പ്രചരണങ്ങൾ തുടരുകയാണ്.